പോവുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് പിന്നാലെ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് കാണാതെ IPL നിന്ന് ഇന്നലെ പുറത്തായി. നിർണായക മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനോട് 100 റൺസിന്റെ കനത്ത പരാജയം ഏറ്റുവാങ്ങിയാണ് ഈ പുറത്താകൽ എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഒരിക്കൽ കൂടി ഹരിഗോവിന്ദിലേക്ക് നമ്മൾ പോവുകയാണ്. ഹരി, ചെന്നൈ പോയി. ഞാൻ ഇന്നലെ ഹരിയോട് അതിന്റെ നിരാശയായിരുന്നു ചോദിച്ചിരുന്നത്. പക്ഷേ രാജസ്ഥാനും ചെന്നൈക്ക് പിന്നാലെ പുറത്തായിരിക്കുന്നു. രാജസ്ഥാനാണെങ്കിൽ ഈ സീസണിൽ ഒരു പ്രതീക്ഷയും വെച്ച് പുലർത്താത്ത ഒരു ടീം എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രകടനം ഉണ്ടായത്. ആകെ രാജസ്ഥാനിൽ നിന്ന് നമ്മൾ കണ്ടത് വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റവും അദ്ദേഹത്തിന്റെ 100 റൺസും യശസ്വി ജയ്സ്വാളിന്റെ ഫോമും മാത്രമാണ്. എല്ലാ തരത്തിലും രാജസ്ഥാൻ ഫ്ലോപ്പായി പോയി ഈ സീസണിൽ. തീർച്ചയായും നമുക്കറിയാം ഈ ഒരു താരലേലത്തിൽ തന്നെ രാജസ്ഥാന് പിഴച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളായ ജോസ് ബട്ട്ലറിനെ പോലുള്ള താരങ്ങൾ, യുസ്വേന്ദ്ര ചാഹൽ, രവിചന്ദ്രൻ അശ്വിൻ, അങ്ങനെ ട്രെൻ ബോൾട്ട്, നമുക്കറിയാം ഏറ്റവും മികച്ച താരങ്ങളെ അവർ വിട്ടുകളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് തന്നെ നമ്മൾ ഈ ഒരു അവസ്ഥ പ്രതീക്ഷിച്ചതാണ്. പല ആരാധകരും ഈ ഒരു സീസൺ മോശമാകുമെന്നുള്ള മുൻവിധിയോടുകൂടി തന്നെയാണ് ഈ സീസൺ കണ്ടത്. ആ ഒരു മുൻവിധി യഥാർത്ഥത്തിൽ സത്യമാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും മോശം പ്രകടനം തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് ഈ സീസണിൽ പുറത്തെടുത്ത. ഒരുപക്ഷെ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം തന്നെ മോശം പ്രകടനം പുറത്തെടുക്കുന്നതിൽ ഒരു മത്സരം തന്നെ രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെച്ചു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ഒക്കെ വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനം. നമുക്കറിയാം കുമാർ സംഘക്കാർക്ക് കീഴിൽ സഞ്ജു സാംസൺ നയിക്കുന്ന ഒരു രാജസ്ഥാൻ റോയൽസിനെ ഏതൊരു ടീമും ഭയക്കുന്ന ഒരു ടീമായി അതിനെ മാറ്റിയെടുക്കാൻ സംഘക്കാർക്ക് സാധിച്ചിരുന്നു. അനായാസം മത്സരങ്ങൾ വിജയിച്ച് കയറി പ്ലേ ഓഫിലേക്ക് എത്തുക അല്ലെങ്കിൽ ഫൈനലിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ അവർക്ക് വളരെ അനായാസം സാധിച്ചിരുന്നു. അപ്പോൾ രാജസ്ഥാന്റെ മത്സരം കാണാൻ തന്നെ ആരാധകർക്ക് ഒരു ആവേശമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സീസണിൽ നടക്കുന്ന മത്സരങ്ങളിൽ ജയം എന്നുള്ളത് അവർക്ക് സ്വപ്നം മാത്രമായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. തുടക്ക മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ബാറ്റർമാർ എല്ലാവരും പൂർണ്ണമായി നിരാശപ്പെടുത്തി. അതിനുശേഷം യശസ്വി ജയ്സ്വാൾ ഫോമിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ നമ്മൾ വിചാരിച്ചു. കാരണം കയറി വരും അല്ലെങ്കിൽ രാജസ്ഥാൻ പ്ലേ ഓഫിലേക്ക് എത്തുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. എന്നാൽ അത് വളരെയധികം നിരാശപ്പെടുത്തി തന്നെയാണ് അവരുടെ ഒരു പ്രകടനം കടന്നുപോയത്. ബൗളിങ്ങിലാണെങ്കിൽ വളരെ അനായാസം റൺസ് വിട്ടുകൊടുക്കുന്ന താരങ്ങൾ, ഫീൽഡിങ്ങിൽ നിർണായകമായ ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തുന്ന കാഴ്ചകൾ. അപ്പോൾ രാജസ്ഥാൻ ഈ സീസണിലേക്ക് നോക്കുമ്പോൾ മൊത്തത്തിലൊരു ഫ്ലോപ്പ് തന്നെയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും അവർ ഈ സീസണിൽ പുറത്താവാൻ ഏറ്റവും അധികം ഡിസർവിംഗ് ആയിട്ട് ഒരു ടീം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ സങ്കടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവരുടെ ആ താരങ്ങളെ വിട്ടു നൽകിയ അവരുടെ ഒരു മനസ്സും ഒക്കെ നമ്മൾ ഈ ഒരു ലേലത്തിൽ കളഞ്ഞ കുറിച്ചൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും വിധിച്ചൊരു കാര്യം തന്നെയാണ് ഈ സീസണിൽ പുറത്തു പോകുക എന്നുള്ളത്. ഹരിഗോവിന്ദ് പറയുന്നത് അർഹിച്ച ഒരു പുറത്താകൽ തന്നെയാണ്. കാരണം തുടക്കം തൊട്ടേ രാജസ്ഥാന് വലിയ വാശിയൊന്നും കണ്ടില്ല. ജയിച്ച് കയറണം എന്നുള്ളൊരു ത്വര അവരുടെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നിരാശയാണ് രാജസ്ഥാന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. ഇനിയുള്ള മത്സരങ്ങളിൽ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് എങ്ങനെയുണ്ടാകും എന്നുള്ളത് മാത്രമാണ് നമുക്ക്